രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാചുക്കള് പോലും വിറയ്ക്കുന്ന നാമം എന്റെ യേശുവിന്റെ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, ഈ നമുക്കിപ്പോൾ ലഭിക്കുന്ന സമയങ്ങളൊക്കെ അതേ അനാവശ്യമായി ചെലവഴിച്ച് കളയരുതേ. പ്രൈസ് ദി ലോർഡ്. മൊബൈലും മറ്റുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ വെച്ച് പിടിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. എനിക്കിതൊന്നും സത്യം പറഞ്ഞ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അക്കൗണ്ട് എടുത്തത് എനിക്ക് വചനം ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ അവിടെ ഇതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഞാൻ എന്റേത് മാത്രമേ നോക്കാറുള്ളൂ. ഞാൻ മറ്റുള്ള ഒന്നും നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. എനിക്കതിന് നേരമില്ല. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല. എന്റെ പ്രിയരെ, എന്റെ അടുത്തൊക്കെ ഇരിക്കുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നോണ്ടിയിരിക്കുന്ന കാണും. പലപ്പോഴും ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞാൽ ഉടനെ റീൽസിലേക്ക് പോകും. റീൽസ് കഴിഞ്ഞാൽ ഉടനെ മെസ്സഞ്ചറിലേക്ക് പോകും. മെസ്സഞ്ചർ കഴിഞ്ഞാൽ ഉടനെ യൂട്യൂബിലേക്ക് പോകും. കടല പോലെ കിടക്കുകയല്ലേ. അപ്പൊ എങ്ങോട്ട് വേണേലും പോയിരിക്കാം, എവിടെയെങ്കിലും പോയിരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേരി വാട്സപ്പും മെസ്സഞ്ചറും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കുത്തിക്കളിച്ച് നോണ്ടി നിന്റെ ചൂണ്ടുവരൽ തേഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷേ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു നിത്യത, നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ നിത്യ അവകാശിയായി തീരുവാൻ നിനക്ക് സാധിക്കാതെ പോകും. പിന്നെ എങ്ങനെയാ? പിന്നെ ഇതൊക്കെ ഇങ്ങനെ എന്തിനാ വെച്ചിരിക്കുന്നതെന്നായിരിക്കും അടുത്ത ചോദ്യവുമായി നിൽക്കുന്നത്. കുഞ്ഞെ, നിനക്ക് പറയാം, എവിടെ വേണമെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിൽ പറയാം, എന്റെ യേശു വരാറായി, ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ. എത്ര പേരോട് പറഞ്ഞു? ഇന്ന് നേരം വെളുത്തിട്ട് ഇത്രയും സമയമായില്ലേ, മണി 5 പോവല്ലേ? എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? എത്ര പേരോട് പറഞ്ഞു കർത്താവിനെ കുറിച്ച്? അതോ ഇല്ലേ? നമ്മുടെ സമയം, നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, വിലപ്പെട്ട നിമിഷങ്ങൾ അനാവശ്യമായി ചെലവഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനാവശ്യമായി ചാറ്റിങ്ങിനും മറ്റുമൊക്കെ സമയങ്ങൾ കണ്ടെത്തും. പക്ഷേ ഒരു സാക്ഷി പറയാൻ പറഞ്ഞാൽ, ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞാൽ സമയമില്ല. അതിനൊന്നും സമയമില്ല, ഒട്ടും സമയമില്ല. ദൈവദാസന്മാർക്കൊന്നും സമയമില്ല. പാവം, അവർക്ക് ഒട്ടും സമയമില്ല. എൻ്റെ ആന്റി, അടുത്ത ആഴ്ചയിലാണെങ്കിൽ ഞാനൊരു മെസ്സേജ് തരാം. അരമണിക്കൂർ അരമണിക്കൂർ പറ്റത്തില്ല, സമയമില്ല. അടുത്ത ആഴ്ചയിലാണെ പറ്റും. എന്നാൽ ഈ സമയം അതുകൊണ്ട് ഇതെല്ലാം മുടിച്ച് തീർത്തിട്ട് അടുത്ത ആഴ്ചയിലേക്ക് കടന്നു വരാം. ഇങ്ങനത്തെ ഒരുപാട് വ്യക്തികളെ കാണുവാൻ കഴിയും. രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാൻ കിടന്ന മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണം. അടുത്തവൾ അവൾ നീ കഴിച്ചോടി, നീ കുടിച്ചോടി. ഞാൻ എപ്പോഴും ഇതൊക്കെ പറയാറുണ്ട്. ഞാൻ പറയും, എനിക്ക് ജീവനുള്ള നാൾ ഞാൻ ഇതെല്ലാം പറയും. ഒരുത്തരെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും ഗുണപ്പെടട്ടെ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ.